തലശ്ശേരിക്കാരെ ഇവിടെ കമോൺ. ഇതേതാ സ്ഥലം ഒന്ന് മനസ്സിലായോ? നമ്മുടെ സ്വന്തം ധർമ്മടം ബീച്ചല്ലേ. കണ്ണൂരുകാരുടെ ഒരു അഹങ്കാരം തന്നെയെന്ന് പറയാം. മുഴുപ്പനങ്ങാട് ബീച്ചും ധർമ്മടം ബീച്ചും കുട്ടികൾക്കൊക്കെ നല്ല സുഖമായിട്ട് കളിക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു തിരമാലകളാണ് നമ്മുടെ ഈ ബീച്ചിലുള്ളത്. അതേപോലെ ചെറിയ കുട്ടി ഐലൻഡ് പോലെയുള്ളതും റോക്സ്, അങ്ങനെ ഭയങ്കര ഭംഗിയാണ്. കുറേ ഫിലിമുകളിലൊക്കെ നമ്മുടെ ധർമ്മടം ബീച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷേ അതിനേക്കാളൊരു ദുഃഖമായൊരു കാര്യമെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മുടെ ആ ബീച്ചിൻ്റെ പരിസരമൊക്കെ കിടക്കുന്ന നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൊത്തം തിരയടിച്ച് വന്ന് കുപ്പി, പ്ലാസ്റ്റിക്, അത് ഇത് എന്തൊക്കെ സാധനമാണ് കിടക്കുന്നത്. ഒന്നും പോരായിട്ട് ഞങ്ങൾ ഏകദേശം 1.5-2 മണിക്കൂർ ഡിസ്റ്റൻറ്റിൽ നിന്നാണ് ഈ ബീച്ചിലേക്ക് എത്തിയത്. അപ്പോൾ 2 എൻട്രൻസ് ഉണ്ട് തലശ്ശേരി ധർമ്മടം ബീച്ചിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഒന്ന് പാർക്കിൻ്റെ ആ വഴിയിലൂടെയും മറ്റൊന്ന് വേറെ വഴി കൂടെയും. അത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വെട്ടിയിട്ടിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കയറാനുള്ളൊരു വഴി അത്രേ ഉള്ളൂ. പോയിട്ടുള്ളവർക്ക് അറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ പോകാൻ കാരണം എനിക്ക് വാഷ്റൂം യൂസ് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ്, ഞാനൊരു സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തീരെ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വാഷ്റൂമിൽ പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5 പേര് പെർ ഹെഡ് 10 റുപ്പീസ് കൊടുത്ത് ഞങ്ങൾ കയറി. എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടാണ്, വേറെ എവിടെയും വാഷ്റൂം സംവിധാനമൊന്നും എൻ്റെ അറിവിലില്ല. പക്ഷേ ആ ബാത്റൂമിൻ്റെ അവസ്ഥ കണ്ടപ്പം, നമ്മൾ കേരളത്തിലാണല്ലോ ഇത്രയും അൺഹൈജീനിക്കായിട്ട് ഒരു ഫീമെയിൽ ടോയ്ലറ്റ് ഉണ്ടാക്കി ഇട്ടേക്കുന്നതെന്ന് ഓർക്കുമ്പോൾ സങ്കടം വരാം. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതിന് എന്തെങ്കിലും മാറ്റം വരുമോ ഇനി?